ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും സ്നേഹം അറിയിക്കുന്നു. ഇന്നലെ എനിക്ക് വന്ന കമൻസ് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു, ഒപ്പം മനസ്സും. ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെ നിങ്ങളത് ചെയ്തു. ഇന്നലെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത്. അതുകൊണ്ട് കുറച്ച് ന്യൂ ഫ്രണ്ട്സിനെ കാണാൻ കഴിഞ്ഞു. ജെറി, നീ അകത്തേക്ക് പോയിക്കോ. വേണ്ട ശ്യാമു, ഞാനും ഒരു കൈ നോക്കട്ടെ. ഇഷാൻ വലത് കൈ ഒന്നുയർത്തി. ജെറി ആ കൈയിൽ ഒന്നടിച്ചു. രണ്ടുപേരും രണ്ട് വശത്തേക്ക് തിരിഞ്ഞു പാഞ്ഞു. ജോർജ് നിലത്ത് കിടന്നവനെ എടുത്തുയർത്തി വലിച്ചെറിഞ്ഞു. അപ്പോഴുള്ള അയാളുടെ ഭാവം എല്ലാവരെയും ഭയപ്പെടുത്തി. അയാളുടെ നേർക്ക് പാഞ്ഞെടുത്തൊരുവനെ അയാൾ ഉയർന്നു ചാടി തുഴിച്ചെറിഞ്ഞു. ഇഷാൻ നേരെ ചെന്ന് ഒരുവനെ വട്ടം പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോയി മതിലിൽ ഇടിച്ചു നിർത്തി. അയാളുടെ രോദനം ഉയർന്നു കേട്ടു. അയാളെ വിട്ടുകൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ചുവന്നു പോയിരുന്നു. ജെറിയെ ലക്ഷ്യം വെച്ച് ഒരുത്തൻ പായുന്നത് കണ്ട ഇഷാൻ ഓടിച്ചെന്ന് ഉയർന്നു ചാടി അവനെ ചവിട്ടി വീഴ്ത്തി. അപ്പോഴേക്കും ജെറി ഒരുത്തൻ്റെ കവിളിനിട്ട് ഒരു പഞ്ച് കൊടുക്കുന്നത് കണ്ട് ഇഷാന്റെ കണ്ണ് മിഴിഞ്ഞു. അപ്പോ കുറച്ചൊക്കെ കയ്യിലുണ്ട്. അതൊന്ന് ആസ്വദിച്ചു വരുമ്പോൾ അതിന് സമ്മതിക്കാതെ ഒരുത്തൻ ഇഷാന്റെ പിന്നിൽ വന്ന് അവനെ ഇടിക്കാനാഞ്ഞു. ഇഷാൻ പെട്ടെന്നൊഴിഞ്ഞു മാറിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് ഒന്ന് കറക്കി. എൻ്റെ ചെക്കൻ്റെ പെർഫോമൻസ് ഒന്ന് ആസ്വദിക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? അവൻ്റെ പുറം നോക്കി ഒരു ചവിട്ടും കൂടി കൊടുത്തുകൊണ്ട് ഇഷാൻ ജെറിയെ നോക്കി. ജെറിയുടെ മുഖം ലക്ഷ്യം വെച്ച് വരുന്നവൻ്റെ വാരിയിൽ നോക്കി ജെറി കൊടുത്ത പഞ്ച് കണ്ട് ഇഷാൻ നാവ് മടക്കി വിസിലടിച്ചു. അവൻ നിലത്തേക്ക് മറിഞ്ഞതും ജെറി ചിരിയോടെ തിരിഞ്ഞു നോക്കി. എപ്പടി? ഇഷാൻ സൂപ്പർ എന്ന് കാണിച്ച് ചിരിച്ചു. ജെറി കോളർ പൊക്കി കുലുക്കി ഒന്ന് കുലുക്കി വിട്ടു. പൊടുന്നനെ അവരുടെ അടുത്തേക്ക് ചീറി വന്ന രണ്ടുപേർ. ഇഷാൻ ജെറിയെ നോക്കി. അവൻ ഒറ്റച്ചാട്ടത്തിന് ഇഷാന്റെ അടുത്തെത്തി. ഇരുവരും കൈ കോർത്തു പിടിച്ചു മുന്നോട്ടോടി ഉയർന്നു. ഓടി വന്നവന്മാരുടെ നെഞ്ചിൽ തന്നെ പറന്നു ചാടി. അവന്മാർ തെറിച്ചു വീണതും അവർ പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോഴാണ് ജോർജിന് നേരെ 4-5 പേർ ഒന്നിച്ച് പാഞ്ഞെടുക്കുന്നത് അവർ കണ്ടത്. ജോർജിന് ചുറ്റും കൂടി അവർ ഒന്നിച്ചയാളുടെ മേലേക്ക് പറന്നിറങ്ങി. ഇഷാനും ജെറിയും അവിടേക്ക് കുതിച്ചു. അവർ എത്തും മുന്നേ അവന്മാരെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ജോർജ് ഉയർന്നു പൊങ്ങി. 4 വശത്തേക്കും തെറിച്ച അവന്മാരെ നോക്കി ജെറി അമ്പരന്നു. വാ അടയ്ക്കടാ, വല്ലീച്ചയും കയറും. എടാ ശ്യാമു, നമ്മുടെ വല്യപ്പച്ചൻ സ്റ്റണ്ട് മാസ്റ്റർ പീറ്റർ ഹെയ്നെ കടത്തിവിട്ടുല്ലോ. ഇതൊക്കെ എന്ത്? വല്യപ്പച്ചൻ ആക്ഷൻ ഹീറോ അല്ലേ മോനെ ജെറുക്കുട്ടാ? ഡാ ശ്യാമു, ദോ ലതാരാ വരുന്നേ നോക്കിയേ. ആരാടാ? ചോദിച്ചുകൊണ്ട് ഇഷാൻ തിരിഞ്ഞു. ഇവനിനി മതിയായില്ലേ? ഇഷാൻ താടി ഒഴിഞ്ഞു. വല്യപ്പച്ചനും മക്കളും കൂടി പൊളിച്ചടുക്കുവാണല്ലോടാ. നിങ്ങളിങ്ങനെ തുടങ്ങിയ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളുടെ കഞ്ഞി കൂടി മുട്ടുമല്ലോ. ആഹാ, അതറിഞ്ഞു വച്ചിട്ടാണോടാ പിന്നെ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിപ്പോ ഈ ആണെന്ന വർഗത്തിന് ഒരു കുഴപ്പമുണ്ടല്ലോ. അതെനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. നിന്നെയൊക്കെ ഒതുക്കാതെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന്. അപ്പ പിന്നെ നിങ്ങളെ ഉറക്കണ്ട എന്ന് തോന്നി. പിന്നെ കൂടെ ഒരു പെണ്ണുകൂടി കക്ഷി ചേർന്നപ്പോ വല്ലാത്തൊരാവേശം. അവളുടെ മുന്നിൽ ചെറുതാവരുതല്ലോ.
ഹോ, അപ്പോ സ്ത്രീജനത്തിനു മുന്നിൽ വലുതാവാനുള്ള പുറപ്പാടാ അല്ലേ? നടക്കട്ടെ നടക്കട്ടെ, ഞങ്ങൾ തടസ്സമാവുന്നില്ല. അപ്പൊ എങ്ങനാ, തുടങ്ങുമല്ലേ? പറഞ്ഞുകൊണ്ട് ഇഷാൻ ജെറിയുടെ തോളിൽ കൈവച്ച് ഉയർന്നു ചാടി അവന്റെ നെഞ്ച് ലക്ഷ്യം വച്ചതും അവൻ അതിസമർത്ഥമായി ഒഴിഞ്ഞുമാറി. ഇഷാൻ നിലത്തേക്ക് കാലുകൾ ഉറപ്പിച്ചു. ജെറിക്കുട്ട, അണ്ണൻ രണ്ടും കൽപ്പിച്ച കണ്ടില്ലേ? ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നിസ്സാരമായി തടഞ്ഞത്. അപ്പോ പിന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ കൈ വീശി രുദ്രന്റെ ചെകിട്ടത്തടിച്ചു. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവനായില്ല. തൂക്കിയില്ലേ? ഇഷാൻ കൈ കുടഞ്ഞതും ജെറി ഉറക്കെ പറഞ്ഞു. എടാ! അലറിക്കൊണ്ട് രുദ്രൻ ഒരു കൈയിൽ തോക്കും മറുകൈയിൽ കത്തിയുമെടുത്തു. ആഹാ, അണ്ണനിന്ന് ഫുൾ സെറ്റപ്പിലാണല്ലോ. ജെറിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. എന്നാ ഇഷാൻ കൈ മുന്നിലേക്ക് നീട്ടി. വാ. രുദ്രൻ പാഞ്ഞെടുത്തതും ഇഷാനെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്ന ജെറി അവനെ ഇടക്കാൽ തട്ടി വീഴ്ത്തി. ശ്യാമു, വേണ്ടടാ, ഇവൻ ഇന്ന് രണ്ടും കൽപ്പിച്ച. വല്ലിപ്പച്ചാ! ജെറി വിളിച്ചതും ഗുണ്ടകളെ കൈകാര്യം ചെയ്തു നിന്നിരുന്ന ജോർജ് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. നിലത്ത് കിടക്കുന്ന രുദ്രനെ ദേഷ്യത്തോടെ തൊഴിച്ചെറിഞ്ഞു. അവൻ ചാടി എണീറ്റ് തോക്ക് ജോർജിന്റെ നേരെ നീട്ടി. ഇഷാന്റെ കണ്ണുകൾ പിടച്ചു. ജെറി ചുറ്റും നോക്കി. ഹെടോ കിഴവാ, തന്നെ തീർക്കാൻ മാത്രമാണോ ഞാൻ ഇവിടേക്ക് വന്നത്? പിന്നെ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാനും. അവൻ ഒട്ടും താമസിയാതെ കാഞ്ചി വലിച്ചു. വല്ലിപ്പച്ചാ! ജെറി അയാളെ തട്ടി മാറ്റിയതും ഇഷാൻ പറന്നു ചെന്ന് അവനെ തൊഴിച്ചെറിഞ്ഞു. കലി അടങ്ങാതെ അവൻ രുദ്രനെ എടുത്തിട്ടലക്കി. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ വല്യപ്പച്ചനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നോടാ ചെറ്റേ. കാലികൊണ്ടവൻ രുദ്രന് നൽകുന്ന ഓരോ പ്രഹരവും ഒരുതരം ഉന്മാദത്തോടെ ജോർജ് നോക്കി നിന്നു. ജെറി അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ചെകുത്താൻ! അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകി തെളിഞ്ഞ പേശികളും അത് കണ്ട് ജെറിയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൻ രുദ്രനെ കൊന്നേക്കുമെന്ന് അവന് തോന്നിപ്പോയി. അവൻ പെട്ടെന്ന് മുന്നിലേക്ക് പാഞ്ഞു. ശ്യാമു, മതിയടാ, ഇനിയും തല്ലിയ ഇവൻ ചത്തുപോവും. ചാവട്ടടാ, ഇവനൊക്കെ ജീവിച്ചിരുന്ന നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വല്യപ്പച്ചൻ്റെ നേർക്ക ഈ കഴിവേറ് നിറയൊഴിച്ചത്. അവൻ എൻ്റെ പെണ്ണിനെ തന്നെ വേണമെന്ന്, അതും എൻ്റെ മുന്നിൽ വച്ച്. അന്നേ ഞാൻ പറഞ്ഞതാ എൻ്റെ പെണ്ണിൻ്റെ നിഴൽവെട്ടത്ത് കണ്ടുപോകരുതെന്ന്. ഇവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാ. ഇഷാൻ നിലത്ത് കിടന്നവനെ അവൻ്റെ തോക്ക് തന്നെ എടുത്തു. ശ്യാമു, വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ജെറി അവൻ്റെ മുന്നിൽ കയറി തടസ്സം നിന്നു. ഇവനെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോണോ? എടാ, പോണോന്ന്? നീ മിന്നു കെട്ടിയൊരു പെണ്ണുണ്ടകത്ത്. അതിനെ ഇവിടെ ഈ സാത്താന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് നിനക്ക് പോണോ? പോണോടാ. ഇവനൊന്നുമല്ല യഥാർത്ഥ സാത്താൻ. നിന്റെ പെണ്ണിനെ ഇവനല്ല ആവശ്യം, അവനാ. പെട്ടെന്ന് ജെറിയുടെ തലയ്ക്ക് ഒരു പ്രഹരം. ജെറി! ഇഷാൻ നിലവിളിച്ചു പോയി. ജെറി തലയുടെ പിൻഭാഗം പൊത്തിപ്പിടിച്ച് ഇഷാന്റെ മേലേക്ക് വീണുപോയി. ഇഷാൻ അവനെ താങ്ങിപ്പിടിച്ചു. കയ്യിൽ കമ്പിയുമായി നിൽക്കുന്ന രുദ്രൻ. എടാ! ഇഷാൻ അലറിയതും ഒക്കെയും കണ്ട് പതറിപ്പോയ ജോർജ് രുദ്രന്റെ നേരെ പാഞ്ഞെടുത്തു. പെട്ടെന്ന് കരണ്ട് പോയി. ചുറ്റും ഇരുട്ട് പടർന്നു.
രുദ്രൻ പിന്നെ അവിടെ നിന്നില്ല. അവൻ ഇരുട്ടിൽ ഓടി മറഞ്ഞു. ഓടി വന്ന ജോർജ് ഇഷാനെയും ജെറിയെയും കെട്ടിപ്പിടിച്ചു. ജെറിയുടെ തലയിൽ നിന്നും കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങി. വല്യപ്പച്ച, എൻ്റെ ജെറി! ഇഷാൻ പൊട്ടിക്കരഞ്ഞു. ഒന്നുമില്ല മക്കളെ, പേടിക്കണ്ട, നമ്മുടെ ജെറിക്ക് ഒന്നുമില്ല. വല്യപ്പച്ച, അവൻ അവൻ അനങ്ങുന്നില്ല വല്യപ്പച്ച, വിറയലോടെ ഇഷാൻ പറഞ്ഞൊപ്പിച്ചു. അപ്പച്ചാ! ജേക്കബ് അലറി. ജോർജ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മൊബൈൽ തെളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജേക്കബും റാഹേലും. മോനെ, നീ ഇവനെ കാറിലാക്ക്, ഞാനിപ്പോൾ വരാം. വേണ്ട, വല്യപ്പച്ചൻ ഇവനെ ഹോസ്പിറ്റൽ കൊണ്ടുപോ. ഞാനിവിടെ വേണം, എനിക്കവനെ വേണം. കൊല്ലും ഞാൻ ആ നായിൻ്റെ മോനെ. ഇഷാന്റെ കണ്ണുകൾ ജ്വലിച്ചു. അവൻ ജെറിയെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവനെ നോക്കി വേദനയോടെ അവൻ്റെ തുടുത്ത കവിളിൽ ചുണ്ടമർത്തി. എന്തിനാടാ ഇടയിൽ കയറിയത്? കൊന്നു കളഞ്ഞേനെ ഞാൻ ആ പന്ന മോനെ. നിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ ഓരോ തുള്ളി രക്തത്തിനും ഞാൻ കണക്ക് ചോദിക്കും. അവൻ കിടക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ജോർജിന്റെ തോളിലേക്ക് അവനെ ചാരിക്കൊണ്ട് ഇഷാൻ എണീറ്റ് കണ്ണുകൾ ഷോൾഡറിൽ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്കോടി. പപ്പാ, മമ്മി, ജാനു! ആരുടെയും അനക്കം കേൾക്കാത്തതും അവൻ പരിഭ്രമിച്ചു. അവൻ വേഗം പോയി മെയിൻ സ്വിച്ച് ഓണാക്കി. ചുറ്റും വെളിച്ചം പടർന്നു. അവൻ മുറ്റത്തേക്ക് നോക്കി. ജെറിയുമായി പാഞ്ഞു പോകുന്ന ജോർജിനെ അവൻ കണ്ടു. അവൻ്റെ മിഴികൾ പിടച്ചു. അവൻ നേരെ കിച്ചണിലേക്ക് നടന്നു. കയ്യിൽ കിട്ടിയ വലിയ കത്തിയും മൂലയിൽ ചാരിയ കമ്പിയും എടുത്ത് പാഞ്ഞു. എവിടെയും ആരെയും കാണുന്നില്ല. ഇഷാന്റെ കണ്ണുകൾ ഇടം വലം വെട്ടി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ ഓരോ ചുവടും സൂക്ഷിച്ചു വച്ച് നീങ്ങി. എടാ, ഇവനല്ല നിന്റെ പെണ്ണിനെ ആവശ്യം. ജെറിയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങിയതും ഇഷാൻ വിറച്ചു. ഒറ്റ കുതിപ്പിന് അവൻ തൻ്റെ റൂമിലെത്തി. ജാനു! അവൻ്റെ അലർച്ചയിൽ ആ കെട്ടിടം തന്നെ കുലുങ്ങി. ആരോ ഒച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇഷാൻ കാതു കൂർപ്പിച്ചു. അമ്മച്ചി! അവൻ തിരിഞ്ഞോടി. റീത്തയുടെ റൂമിലെത്തി ഇഷാൻ ഞടുങ്ങിപ്പോയി. കൈയും കാലും കെട്ടിയ നിലയിൽ റാഹേലും ജേക്കബും. വായിൽ തുണി കുത്തി തിരുകിയിട്ടുണ്ട്. പപ്പ, മമ്മി! അവൻ പാഞ്ഞെടുത്തു. അവൻ അവരെ വലിച്ചു പൊക്കി. കെട്ടഴിച്ച് വായിൽ നിന്നും തുണിയെടുത്ത് അവരുടെ ആ അവസ്ഥ അവൻ്റെ ഹൃദയം മുറിച്ചു. പപ്പ, പപ്പ! അവൻ അയാളുടെ കവളിൽ തട്ടി. മമ്മി! നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോനെ, റീത്ത, സോഫി മോള്! റാഹേൽ വിക്കി. അവൻ്റെ കണ്ണുകൾ ചുറ്റിനും പാഞ്ഞു. അവർ ബാത്റൂമിലേക്ക് വിരൽ ചൂണ്ടി. ഇഷാൻ അവരെ വിട്ട് ബാത്റൂമിൽ ഓടിക്കയറി. അയ്യോ! അവിടെ കണ്ട കാഴ്ച അവനെ ഉലച്ചു കളഞ്ഞു. ശരീരമാസകലം രക്തമായി റീത്ത. വയറ്റിൽ കുത്തി നിൽക്കുന്ന കത്തി. നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന സോഫി. അവളുടെ നെറ്റിയിൽ രക്തമൊഴുകി നിലത്ത് പരന്നിരിക്കുന്നു. ഒരു നിമിഷത്തെ ഞടുക്കത്തിന് ശേഷം ഇഷാൻ അകത്തേക്ക് കുതിച്ചു. മോനെ, എൻ്റെ മോള്! റീത്ത പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. ജാനു! അവൻ സർവശക്തിയെടുത്ത് അലറി. അവൻ കാർലോസ്! ജേക്കബ് അവിടേക്ക് വന്നതും അയാൾ മരവിച്ച് നിന്നുപോയി. പപ്പ, പപ്പ! അയാളുടെ നിൽപ്പ് കണ്ടതും ഇഷാന് ഭയം തോന്നി. അയാളും കൂടി വീണുപോയാ? അവൻ ഉറക്കെ ശബ്ദമുണ്ടാക്കി. പപ്പ!
ഇപ്പൊ കുറച്ച് ധൈര്യം കാണിക്കു പപ്പ. നമുക്കിവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വല്ലിപ്പച്ചൻ ജെറിയുമായി പോയിട്ടുണ്ട്. അവിടേക്ക് നിരങ്ങി നീങ്ങിയെത്തിയ റാഹേൽ നിലവിളിച്ചു പോയി. റീത്തേ, മോളെ! അയ്യോ എൻ്റെ ഈശോയെ! അവർ വലിഞ്ഞു വീണ് എണീറ്റ് നിന്ന് ജേക്കബിനെ നോക്കി. അച്ചായ, എൻ്റെ കൊച്ചിനെ പിടിക്കച്ചായ. അയാൾ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടതും അവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി. പെട്ടെന്ന് അവർ അയാളുടെ കവിളിൽ ശക്തിയിലടിച്ചു. അയാൾ ഞെട്ടലോടെ അവരെ നോക്കി. പകച്ചു നിൽക്കാതെ പിടിക്കച്ചായ. അവരുടെ ഭാവം കണ്ട് ഇഷാൻ അമ്പരന്നു പോയി. റാഹേൽ നിലത്തൂന്ന് സോഫിയയെ പിടിച്ചുയർത്തി. അവളെ അയാളുടെ കയ്യിലേക്ക് വച്ചുകൊടുത്തവർ ഇഷാന്റെ മടിയിൽ നിന്നും റീത്തയെ വലിച്ചുയർത്തി. റീത്ത, നീ പേടിക്കണ്ട. കുറച്ച് ചോര പോയി, അത്രയുള്ളൂ. പിന്നെ നമ്മുടെ ജാനിമോള്, അവളെ ഇവൻ തിരിച്ചു കൊണ്ടുവരും, ഒരു പോറൽ പോലും ഏൽക്കാതെ. അവർ പറഞ്ഞുകൊണ്ട് റീത്തയെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. അച്ചായ, വേഗം വാ. അവർ പോർച്ചിൽ കിടന്ന കാറിലേക്ക് റീത്തയെ ഇരുത്തി. കിടക്കണ്ട, പിടിച്ചിരുന്നോ. നീ നല്ല ധൈര്യമുള്ള ആളല്ലേ. നിന്റെ ഇച്ചായനെ കൊന്നവന്റെ ശവം നിനക്ക് കാണണ്ടേ? വേണം. എന്നാ കർത്താവ് വിളിച്ചാ പറഞ്ഞേക്ക്, ഇപ്പൊ വരാൻ സൗകര്യമില്ലെന്ന്. അവരുടെ മുഖത്തെ ആ ഭാവം റീത്തയ്ക്ക് ധൈര്യമായി. റാഹേൽ അവരെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണുകൾ അടച്ച് സമാധാനിപ്പിച്ചു. പിന്നെ ഡോർ വലിച്ചടച്ചു. അപ്പോഴേക്കും സോഫിയം കൊണ്ടുവന്ന ജേക്കബ് മറുപുറത്ത് തുറന്ന് അവളെ ചെരിച്ചു കിടത്തി. റീത്തയൊന്ന് നോക്കി. അവരുടെ ഇരിപ്പ് കണ്ടതും അയാളുടെ മനസ്സ് പിന്നിലേക്ക് പായാൻ തുടങ്ങി. അയാളുടെ തല ചുറ്റുന്ന പോലെ. അച്ചായ! അയാളുടെ പുറത്ത് ശക്തിയിലടിച്ചുകൊണ്ട് റാഹേൽ വിളിച്ചു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. എന്താലോചിച്ച് നിൽക്കുവാ? വേഗം കാറെടുക്ക്. ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നിയോഗം അച്ചായനാ, മനസ്സിലായോ? ഇപ്പം അത് മാത്രം മതി മനസ്സിൽ. അയാൾ തല അനക്കിയതും അവർ അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. സമാധാനിക്ക്, പഴയതൊന്നും വീണ്ടും ആവർത്തിക്കില്ല. ഞാനല്ലേ പറയുന്നേ, ഇവർ ജീവനോടെ തന്നെ തിരിച്ചു വരും, കൊണ്ടുവരും നമ്മൾ. അയാളുടെ കാതിൽ പറഞ്ഞുകൊണ്ട് അയാളുടെ കവിളിൽ അവർ ചുണ്ടുകൾ അമർത്തി. അവിടേക്ക് വന്ന് ഇഷാൻ റാഹേലിനെ നോക്കി. ആരാ മമ്മി? കാർലോസ്. അവൻ്റെ പല്ലുകൾക്കിടയിൽ ആ പേര് ഞെരിഞ്ഞമർന്നു. റീത്തയുടെ അപ്പൻ്റെ സഹോദരൻ്റെ മകൻ, റീത്തയുടെ അപ്പൻ്റെ വളർത്തുപുത്രൻ, സ്വത്തിനു വേണ്ടി മാത്യൂസിനെ കൊന്നവൻ, റീത്തയെ കൊല്ലാൻ ശ്രമിച്ചവൻ. ജാൻവിയുടെ പേരിലാണ് കോടിക്കണക്കിന് സ്വത്തെന്ന് മനസ്സിലാക്കിയ അവനിപ്പോ നമ്മുടെ മോളെ. ഞാൻ നിന്നോട് ഇന്ന് വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ നിമിഷം ഞാൻ പറയുന്നു, നമ്മുടെ കുടുംബത്തെ തൊട്ട് കളിച്ചവൻ, അവനിനി വേണ്ട. അവർ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അഗ്നി കണ്ട് റാഹേൽ അവൻ്റെ തോളിൽ കൈവച്ചു. കത്തിച്ച് കളഞ്ഞേക്ക്. അവർ വെട്ടിത്തിരിഞ്ഞ് കാറിലേക്ക് കയറി. ജേക്കബ് കാർ പറപ്പിച്ചു. ആ സമയം കാർലോസിന്റെ ബംഗ്ലാവ്. കൈകൾ രണ്ടും പിന്നിൽ കെട്ടിയ നിലയിൽ നിലത്ത് ചുരുണ്ട് കിടക്കുന്ന ജാൻവി. അവളുടെ ഇരു സൈഡിലുമായി നിരന്നു നിൽക്കുന്ന ഗുണ്ടകൾ. വലിയ ചെയറിൽ അവളെ തന്നെ നോക്കിയിരുന്ന് സിഗരറ്റ് വലിക്കുന്ന കാർലോസ്. അയാളുടെ തൊട്ടരികെ ക്രൂരമായ ചിരിയോടെ ജാൻവിയെ ഉറ്റുനോക്കി നിൽക്കുന്ന മറ്റ് രണ്ട് കണ്ണുകൾ. അലോണ. കാർലോസ് ഗുണ്ടകളിൽ ഒരുത്തനെ നോക്കി. അവൻ മുന്നോട്ട് വന്ന് അവളെ വലിച്ചെടുത്ത് ഉയർത്തി ചാരിയിരുത്തി. അച്ചോടാ, കോടീശ്വരിയുടെ ഇരിപ്പ് കണ്ടില്ലേ? പാവം, പേടിച്ച് ബോധം പോയതാ. അയാൾ അലോണയെ നോക്കി. നീ ആള് കൊള്ളാം, എൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ കേമി.
നിന്റെ ബുദ്ധിയാ നമ്മളെ വിജയിപ്പിച്ചത്. അവൾ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഇവൾ ആഗ്രഹിച്ചത് എൻ്റെ സ്ഥാനമാ. അതിന് മാപ്പില്ല. ഞാൻ സ്വീകരിക്കേണ്ട ചുംബനം എൻ്റെ മുന്നിൽ വച്ച് ഇവൾ ഏറ്റുവാങ്ങിയ നിമിഷം ഇവളുടെ സമയം ഞാൻ കുറിച്ചതാ. അയ്യോ, അത് പറ്റില്ല കൊച്ചേ. കാർലോസിന് വാക്കൊന്നേയുള്ളൂ. ഇവളെ രുദ്രന് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമാ ദേ ഇവന്മാരിങ്ങനെ നല്ല കുട്ടികളായി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അയാൾ വഷളൻ ചിരിയോടെ താടി ഉഴിഞ്ഞു. ഇവളുടെ കാര്യത്തിൽ അങ്ങനെ വാക്കു പാലിക്കേണ്ട കാര്യം എന്താ? ഇവളെ കൊണ്ടുവന്നത് താനല്ലേ, അല്ലാതെ രുദ്രനല്ലല്ലോ. അവളുടെ ആ സംസാരം അയാൾക്കത്രയ്ക്കങ്ങോട്ട് ദഹിച്ചില്ല. ഞാൻ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ അത് സക്സസ് ആയെങ്കിൽ ഞാൻ പറയുന്നത് വേണം നിങ്ങൾ അനുസരിക്കാൻ. ഇവൾ ഇനി വേണ്ട, വച്ചേക്കില്ല ഞാൻ. അലോണയുടെ മിഴികൾ കത്തി. കൊച്ചേ, നീ ഒന്നടങ്ങ്. പ്ലാൻ നിന്റെയായിരുന്നു. പക്ഷെ ആ പ്ലാൻ വർക്കായത് രുദ്രന്റെ എൻട്രിയോടെ അവരുടെ ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ട് മാത്രമാ. എനിക്കാവശ്യം ഇവളുടെ സൈൻ മാത്രമാ. അത് നേടിക്കഴിഞ്ഞാ ഞാൻ ഇവളെ അവന് തന്നെ കൊടുക്കും. കൊച്ചേ, അത് ഈ പെണ്ണിന്റെ മരണത്തിന് തുല്യം തന്നെയല്ലേ അവനെപ്പോലൊരുത്തൻ്റെ കൂടെ. നീ ഒന്ന് ഓർത്തു നോക്കിയേ. അയാൾ പറഞ്ഞതും അവൾക്ക് രുദ്രന്റെ രൂപവും ഭാവവും സ്വഭാവവും മനസ്സിൽ വന്നു. അതോടെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടതും കാർലോസ് ചുണ്ടുകൂട്ടി. പിന്നെ ഗുണ്ടയെ ഒന്ന് നോക്കി. ഡാ, അവളെ ഒന്ന് ഉണർത്തിക്കേ. മഹതി എണീക്കും വരെയും കാത്തിരിക്കാനുള്ള ടൈമില്ല. ഗുണ്ടകളിൽ ഒരുവൻ വന്ന് അവളുടെ കവിളിൽ തട്ടി. അവൾ ഉണർന്നില്ല എന്ന് കണ്ട് അവളുടെ തലവഴി മിനറൽ വാട്ടർ ഒഴിച്ചു. ജാൻവി ഒന്ന് ഞരങ്ങി. പിന്നെ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. അവളുടെ കണ്ണുകൾ ഇടം വലം പിടച്ചു. മുന്നിലിരിക്കുന്ന കാർലോസിനെ കണ്ടതും അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. അമ്മച്ചി! അവൾ പേടിയോടെ ചുറ്റും നോക്കി. പൊട്ടിച്ചിരിക്കുന്ന അലോണയെ കണ്ടതും അവളിൽ ഞെട്ടൽ പ്രകടമായി. അവൾ അലോണയെ സൂക്ഷിച്ചു നോക്കി. ബ്ലാക്ക് ജീൻസും ഓവർകോട്ടും. അവളുടെ മിഴികൾ ഞെട്ടലോടെ പിടച്ചു. ഇവളാണപ്പോ എൻ്റെ അമ്മച്ചിയെ. ജാൻവിയുടെ മിഴികൾ പെയ്തു. അയ്യോ, എൻ്റെ മോള് കരയുവാണോ? എന്തിനാ എൻ്റെ കുഞ്ഞ് കരയുന്നേ? മോൾ ആദ്യമായിട്ടല്ലല്ലോ അങ്കിളിനെ കാണുന്നേ. പിന്നെന്താ പ്രശ്നം? ഓ, അമ്മച്ചിയെ ഓർത്താണോ? എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. നിന്റെ പോറ്റമ്മ ഇപ്പൊ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. അവൾ ഹാപ്പിയാണെന്നേ. ഇനി മോള് വേണം അങ്കിളിനെ ഹാപ്പിയാക്കാൻ. അറിയാലോ, നിന്റെ വിരൽത്തുമ്പിലാ എൻ്റെ സ്വപ്നം. അതെനിക്ക് വേണം. അവൾ ഭയത്തോടെ അയാളെ നോക്കി. പിന്നെ നിറഞ്ഞ കണ്ണുകളുയർത്തി അലോണയെ നോക്കി. ലവലേശം കരുണ അവളിൽ കാണാൻ കഴിഞ്ഞില്ല. ജാൻവി മുഖം മുട്ടിൽ അമർത്തിവെച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സെന്റിയൊക്കെ മതിയാക്കി നല്ല കുട്ടിയായി നിവർന്നേ. ദേ, ആ ചേട്ടൻ തരുന്ന പേപ്പറിലൊക്കെ ഒന്ന് സൈൻ ചെയ്തേക്ക്. അവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ ചുവന്നു. ഇല്ലടോ, ഈ സ്വത്തിനു വേണ്ടിയല്ലേ എൻ്റെ അപ്പച്ചനെ താൻ കൊന്നത്, എൻ്റെ അമ്മച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത്, എൻ്റെ ജീവിതം നരകമാക്കിയത്. താൻ എൻ്റെ അമ്മച്ചിയെ കൊന്നു, എന്നെയും കൊന്നോ. പക്ഷേ എൻ്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും തനിക്ക് ഞാൻ തരില്ല. അവളുടെ കണ്ണുകൾ അഗ്നിയായി. കാർലോസ് ചിരിച്ചു. ഉറക്കെ ചിരിച്ചു. പിന്നെ ഗുണ്ടയെ ഒന്ന് നോക്കി. അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ഹാ! അവൾ വേദനയിൽ അലറി. ഷോ, എന്താടാ ഇത്? കൊച്ചിനെ വേദനിപ്പിക്കാതെ. ഇവൾക്കെന്തേലും പറ്റിയാ ആ രുദ്രൻ നമ്മളെ വെച്ചേക്കില്ല.
മോളെ, നിന്നേക്കാൾ ഈ സ്വത്തിന് അവകാശം എനിക്കാ. ഞാൻ അവളുടെ ചോരയാ. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയാണോ? അല്ല. അപ്പോ നല്ല കുട്ടിയായി അങ്കിൾ പറയുന്നത് കേട്ടാ വേഗം ഇവിടുന്ന് പോവാം. രുദ്രനാണെ മുട്ടി നിൽക്കുക. നിന്നെ അയ്യേ, ഞാൻ പറയില്ല. അവൾ അയാളെ വെറുപ്പോടെ നോക്കി. ഇല്ലടോ, തൻ്റെ ഉദ്ദേശം നടക്കില്ല. താൻ എന്നെ കൊന്നോ, പക്ഷെ തൻ്റെ മരണം അതെനിക്കിപ്പോഴേ കാണാം. അവളൊന്ന് ചിരിച്ചു. പിന്നെ അലോണയെ നോക്കി. നീ ഇവിടെ തന്നെ വേണം കേട്ടോടി. എൻ്റെ ഇച്ഛൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതേ പുഞ്ചിരി നിന്റെ ചുണ്ടിൽ കാണണം. അവൾ ദേഷ്യത്തോടെ പാഞ്ഞു വന്ന് ജാൻവിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. നിന്റെ ഇച്ഛനോ? അവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. ജാൻവി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. പിന്നെ കാൽ നിവർത്തി ഒന്ന് കറങ്ങി. അലോണ തറയിലേക്ക് മൂക്കുകുത്തി. ജാൻവി കാലുകൊണ്ട് അവളെ ചവിട്ടി തേച്ച് തെറിപ്പിച്ചു. എടി! ഗുണ്ട അവളെ വലിച്ചെണീപ്പിച്ച് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കാലുയർത്തി അവൻ്റെ മണി നോക്കി ഒരു തൊഴി വെച്ചു കൊടുത്തു. കാർലോസ് പാഞ്ഞു വന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച്, പുന്നാര മോളെ, നിനക്കിത്രയും ശൗര്യമോ? അയാളുടെ പിടിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വായിൽ ചോര കിനിഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് തുപ്പി. അയാൾ ദേഷ്യത്തോടെ അവളുടെ കവളിൽ മാറി മാറി അടിച്ചു. വേച്ചുപോയ അവളെ നോക്കി അയാൾ ചിരിച്ചു. നിനക്ക് സ്വത്താണോ അതോ മാനമാണോ വലുത്? അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. അവളുടെ കയ്യിലെ കെട്ടഴിക്കാൻ അയാൾ ആക്ഷൻ കാണിച്ചു. കെട്ടഴിഞ്ഞതും അയാൾ ഒരു ഫയൽ അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. എടാ, നിങ്ങൾക്കെന്തോ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതങ്ങ് സാധിച്ചോ? വഷളം ചിരിയോടെ അവളെ നോക്കി അയാൾ പിന്നിലേക്ക് ചുവട് വെച്ചു. 6 പേർ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവരുടെ കഴുകൻ കണ്ണുകൾ. അവൾ പിന്നിലേക്ക് ചുവട് വയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. അവൾ ഭിത്തിയിൽ തട്ടി നിന്നു. അവന്മാർ അടുത്തെത്തി. മുഖത്തേക്ക് തട്ടുന്ന വൃത്തികെട്ട സ്മെൽ. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഇടിമുഴക്കം പോലൊരു ശബ്ദം. പൊടി പറത്തിക്കൊണ്ട് തെറിച്ചു വീഴുന്ന ഗുണ്ടകൾ. ഭിത്തിയോട് ചേർന്ന് നിന്നവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ചേർത്ത് പിടിച്ച കരങ്ങൾ. കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ പുഞ്ചിരി തൂകി. അലോണയും കാർലോസും ഞെട്ടിപ്പോയി. അലോണയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇഷാൻ, ശ്യാം, ജേക്കബ്.